ദൈവത്തിൻ്റെ വിശുദ്ധമാണ്. ഈ പകലിൽ നമ്മൾ തന്നെ ഒരുപാട് പ്രമാണമാകട്ടെ. നമുക്ക് ഒരുമിച്ച് വേണ്ട ഒരു പ്രാവശ്യമുള്ള ദൈവസ്ഥിതി തിരുമുഖത്തേക്ക് നോക്കുവാനായിട്ട് കഥാപിക്കുന്ന നല്ല അവസരത്തെ അവസ്ഥ ദൈവത്തിൽ ഓഫർ ചെയ്യുന്നു. ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട നാമത്തിൽ സ്നേഹമാണെന്നൊക്കെ അറിയിക്കട്ടെ. ഏറെ പ്രാർത്ഥനയോടെ പ്രവർത്തന സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിന് ബാധ്യമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധമാവും നമ്മൾ സംസാരിക്കേണ്ടതിനാണ്. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വേഗത്തിൽ ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. വായിച്ച 65-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹീതമായ സങ്കീർത്തനമാണ്. ഇതിൻ്റെ ഓരോ വാക്കുകളും വാക്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തന്നെയാണ്. എന്നാൽ അതിലെ ഒരു ഭാഗത്തേക്ക് മാത്രം ദൈവം ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രശ്നത്തിന് വേണ്ടി 65-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച ഭാഗത്താണ് നീ ഭൂമിയെ സന്ദർശിച്ചാൽ നനയ്ക്കുന്നു, അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. നീ ഇങ്ങനെ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിന്റെ സന്ദർശനം. നമുക്കറിയാം, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം സന്ദർശനം. വേദപുസ്തകത്തിൽ സന്ദർശനം എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. മലയാള ഭാഷയിൽ പറയുമ്പോൾ വളരെ ഈസിയാണ്. സന്ദർശിക്കുക, ഒരു വീട്ടിൽ പോവുക, ആ വ്യക്തിയെ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോവുക, ആ സ്ഥലം സന്ദർശിക്കുക, ഇങ്ങനെയൊക്കെ പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ദൈവം സന്ദർശിക്കുന്നത്. ഈ സന്ദർശനത്തെ കുറിച്ച് 1-2 വാക്കുകൾ ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം. 3 അർത്ഥതലങ്ങൾ വേദപുസ്തകം സന്ദർശനത്തിന് കൊടുത്തിട്ടുണ്ട്. 1 ശിക്ഷ, 2 ഉയർച്ച, 3 പരിശോധന. ദൈവത്തിന്റെ സന്ദർശനത്തെ ഈ 3 തലത്തിൽ 3 രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സന്ദർശനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശിക്ഷ, അതിനെ നമ്മൾ സന്ദർശനം എന്ന് പറയും. ഒരിക്കൽ ഒരു പ്രായമുള്ള പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് ഭക്തനായ മനുഷ്യൻ ആരോടും വഴക്കിന് പോകത്തില്ല, ആരോടും ഒരു പ്രശ്നത്തിനും പോകത്തില്ല എന്ന തനിക്കെതിരെ ഒരാൾ അല്പം പ്രയാസമുണ്ടാക്കി. തന്റെ ആ ഭക്തി കൊണ്ട്, ആത്മീയത കൊണ്ട് അദ്ദേഹത്തിനെതിരെ വഴക്കിന് പോകാൻ കഴിയത്തില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പരമാർത്ഥതയിൽ അദ്ദേഹം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ കർത്താവേ, എന്നെ അപവാദം പറഞ്ഞ, എന്നെ ഉപദ്രവിച്ച ആ വ്യക്തിയെ നീ ഒന്ന് സന്ദർശിക്കണമേ. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? പരമാർത്ഥത അങ്ങനെ പറഞ്ഞത് പറഞ്ഞാല് കർത്താവെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പെന്തക്കോസ്തുകാരനാണ്, നീ 2 പൊട്ടിയിൽ കൊടുക്കണമെന്ന് അതിനർത്ഥം. ദൈവമേ നീ ഒന്ന് വൈബ്രേറ്റ് ഒക്കെ ചെയ്ത് ആ ഭാഗമൊക്കെ നമുക്കൊക്കെ അറിയാമല്ലോ. ദൈവമേ നീ ഒന്ന് സന്ദർശിക്കണം. അപ്പൊ ഞങ്ങൾക്ക് സന്ദർശനം ഒരു ശിക്ഷ, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ദൈവത്തോടെ. ഞാൻ ആ ഭാഗത്ത് നിന്നും മാറുക. അപ്പച്ചന്റെ ഇന്നസെൻസ് വളരെ സിൻസിയറായ പരമാർത്ഥിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനുള്ള അവസ്ഥ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു വ്യക്തി നമ്മളെ ഉപദ്രവിക്കുന്ന ഒത്തിരി പേരെ കാണും. അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആർക്കറിയും? ദൈവത്തിനറിയാം. ദൈവം ഹാൻഡിൽ ചെയ്തു, ചെയ്യേണ്ട സമയത്ത് ചെയ്തു. നമ്മൾ ദൈവത്തോട് പ്രത്യേകിച്ച് പറയുന്നൊന്നും വേണ്ട. മക്കളെ ഉപദ്രവിച്ചാൽ അപ്പൊ നോക്കിയിരിക്കും. അപ്പൻ ഇടപെടുന്നില്ല, നമ്മൾ അർത്ഥം മതി. നമുക്കൊരപ്പനുണ്ട്. ആ അവൻ ഇടപെടേണ്ട സമയത്ത് റൈറ്റ് ടൈമിൽ ഇടപെടും. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ പീഡിപ്പിച്ച ആ ചരിത്രം നമുക്കറിയാം. ജനിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മമാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് നൈൽ നദിയിൽ വലിച്ചെറിഞ്ഞ ഒരു കാലഘട്ടം. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അടിമകളാ. കരയുകല്ലാതെ തിരിച്ചൊരു വാക്കുപോലും പറയാൻ കഴിയത്തില്ല. ആ അമ്മമാർ, അപ്പന്മാർ, ആ സഹോദരങ്ങൾ കരഞ്ഞ് നെടുവേർപ്പെട്ട ജീവിതം മുന്നോട്ട് നയിക്കുന്നു. ദൈവം കുറിച്ചു വെച്ചു. ഈ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ പട്ടാളക്കാരെ പിടിക്കാൻ ഒരു സമയം ദൈവം കുറിച്ചു വെച്ചു. നമുക്കറിയാമല്ലോ, ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം വഴി തുറന്നു. ഫറവോന്റെ സകല കുതിര പടയാളികളും പട്ടാളവും അവരുടെ വിശേഷപ്പെട്ട സകലതും ഒന്നിച്ച് ചെങ്കടലിന്റെ ആ നടുവിലെത്തിയപ്പോൾ ഇരുകരയും മതിൽ പോലെ നിന്ന ആ വെള്ളം
വീണ് ഇവർ വെള്ളത്തിൽ തന്നെ മരിച്ചു. എനിക്ക് ഓർക്കണം, ഒരു കാലത്ത് ആ നൈൽ നദിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞവൻ ഇന്ന് ചെങ്കടലിന്റെ ആഴങ്ങളിൽ കയ്യും കാലും കെട്ടടിച്ച് വെള്ളം കുടിച്ച് ആ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സന്ദർശനം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ ദൈവത്തിന് അറിയാം. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവേ ഇതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാനായിട്ട് ദൈവത്തിന് അറിയാം. ദൈവകരങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ദൈവം നമ്മളെ സഹായിക്കാൻ വിശ്വസനം. ദൈവത്തിന്റെ സന്ദർശനം ശിക്ഷ എന്നുള്ളതിന് 1-2 തെളിവുകൾ വചനത്തിൽ ഞാൻ എടുത്ത് കാണിക്കാം. നമുക്ക് വേഗത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കാം. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സന്ദർശനത്തെ നമുക്ക് ശിക്ഷയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ വായിച്ചു. യെശയ്യാ 13:11. ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. അല്ലെങ്കിൽ വാക്കിന്റെ ആശയം മനസ്സിലാക്കേണ്ടത്, ദോഷം നിമിത്തവും അകൃത്യ നിമിത്തവും സന്ദർശിക്കും അല്ലെങ്കിൽ ശിക്ഷിക്കും. അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്ദർശനം ഒരു ഭാഗത്ത് ശിക്ഷ. പുറപ്പാട് പുസ്തകം കൊടുത്തെടുത്തോളൂ, അവിടെയും നമുക്കിത് അനുബന്ധമായ ഒരു വാക്യം കാണാൻ കഴിയുന്നുണ്ട്. 34-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം കൂടെ വായിച്ചു. 1000-1000 ദയപാലിക്കുന്നവൻ, 1000-1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവരെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. അതെ, അവിടെയും കണ്ടു, തെറ്റ് ചെയ്തവൻ പിതാക്കന്മാരുടെ അകൃത്യം തലമുറകളുടെ മേൽ 3-ാമത്തെയും 4-ാമത്തെയും തലമുറയുടെ മേൽ വരെ സന്ദർശിക്കുന്ന ദൈവം. അതിന്റെ അർത്ഥം ശിക്ഷിക്കുന്ന ദൈവം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആ വാക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആ ഭാഗം ഓർപ്പിച്ചത്. ദൈവത്തിന്റെ സന്ദർശനം ഒന്ന് ഞാൻ പറഞ്ഞത് ശിക്ഷയാണ്. പുസ്തകം നമ്മൾ വളരെ ഗൗരവത്തോടെ പഠിച്ചു വരുമ്പോൾ എല്ലാ സന്ദർശനവും ശിക്ഷയല്ല. ഇവിടെ കണ്ട സന്ദർശനം ദൈവത്തിന്റെ ശിക്ഷയാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ വേഗം വരുന്നു. ദൈവത്തിന്റെ സന്ദർശനം ഉയർച്ചയാണ്. സങ്കീർത്തനം എടുത്താട്ടെ, 8-ാം സങ്കീർത്തനത്തിന്റെ 3, 4, 5 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ദൈവത്തിന്റെ 8-ാം സങ്കീർത്തനം, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മതി, അവിടെ അടുത്തോളൊന്ന് വായിച്ചേ. മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. അടുത്തത്, നീ അവനെ ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനം അവനെ അണിയിച്ചിരിക്കുന്നു. മതി, ആ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടല്ലോ. ദൈവത്തിന്റെ പണിയായ, കൈകളുടെ പണിയായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? ദൈവത്തിന്റെ കൈപ്പണിയാണ്. അല്ലെങ്കിൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് ആകാശവിധാനം. സൗരയൂഥത്തിൽ കാണുന്ന മുഴുവൻ നക്ഷത്രങ്ങളും എന്റെ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി വന്ന നക്ഷത്രങ്ങൾ. നമുക്കറിയാം, നമ്മൾ പാർക്കുന്ന ഭൂമി അത് ചെറിയൊരു ഗ്രഹം മാത്രം. നമ്മൾ കാണുന്ന സൂര്യൻ, അതിലും വലിയ നക്ഷത്രങ്ങളായ സൂര്യന്മാർ ധാരാളമുള്ള ഈ സൗരയൂഥം, ഇതിനെ ഉണ്ടാക്കിയ ദൈവം മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നമ്മളെന്തോ ആണ്, നമുക്കറിയാം, ഭൂമിയുടെ വലിപ്പം പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അതിനെ ഭൂഖണ്ഡങ്ങളാക്കി തിരിക്കുന്നു. ആ ഭൂഖണ്ഡങ്ങൾ രാജ്യങ്ങളാകുന്നു, രാജ്യങ്ങൾ സ്റ്റേറ്റ് ആകുന്നു, സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ആകുന്നു, അത് താലൂക്ക് ആകുന്നു, അത് പഞ്ചായത്ത് ആകുന്നു, അത് വാർഡാകുന്നു. ഇതിനകത്ത് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോ ഒരു വാർഡിൽ തന്നെ നമ്മൾ എവിടെയാണ്? ഇനി നമ്മുടെ വലിപ്പം എന്തോണ്ട്? ദൈവം ഉണ്ടാക്കിയ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒന്നുമല്ല. ആ ബാക്കി തന്നെയാണല്ലോ. നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ദൈവം എന്നെ നോക്കേണ്ടതിന് ഞാൻ ദൈവം ഉണ്ടാക്കിയ ഇതിനെയൊക്കെ നോക്കുമ്പോൾ മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്? അടുത്തത്, അതെ, അവിടെ ആ പദം വന്നു. മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. എന്തോ ആ സന്ദർശനം. അടുത്ത വാക്യം വായിച്ചു, അപ്പൊ നമുക്ക് മനസ്സിലാവും.
ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, അഥവാ ദൈവത്തോട് എന്നെ ചേർത്ത് വെച്ചു. ദൈവത്തോട് എന്നെ ചേർത്ത് വെക്കാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല. അതാണ് വാക്യത്തിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ദൈവം എന്നെ ഉയർത്തി. സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങള്, ഈ സൗരഗോളത്ത് ഇതിനെയൊക്കെ നോക്കിയപ്പോൾ ഉണ്ടാക്കിയ ദൈവം എന്നെ ഓർക്കാൻ എനിക്ക് പ്രത്യേകതയൊന്നുമില്ല. പക്ഷെങ്കിൽ ദൈവം എന്നെ ഉയർത്തി, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഈ ദൈവത്തിന്റെ സന്ദർശനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, എന്നെ ഒന്നുമല്ലാതിരുന്ന് എന്നെ ഉയർത്തിയതിനായി സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ സന്ദർശനം, ദൈവം എന്നെ ഉയർത്തി. ഉൽപ്പത്തി പുസ്തകം 21:1 വായിക്കണമെന്നില്ല. ദൈവം സാറായെ സന്ദർശിച്ചു. ആ വാക്കിന്റെ അർത്ഥമുണ്ട്. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാമല്ലോ. 25 വർഷം ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന ആ സാറായിക്ക് ദൈവം ഒരു തലമുറയെ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞപ്പോൾ ദൈവം സാറായെ മാനിച്ചു. ല്ലോ ദൈവത്തിന്റെ സന്ദർശനത്തെ 1-ാം ഭാഗം ശിക്ഷ, 2-ാം ഭാഗം ഉയർച്ച, അഥവാ ദൈവത്തിന്റെ കരുതൽ. ദൈവം എന്നെ മാനിച്ചു. ഈ രീതിയിൽ നമുക്കതിനെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ ദൈവം സന്ദർശിക്കുന്ന ദൈവം. 1-2 വാക്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിക്കാം. സഖറിയ പ്രവചനം, അതിന് സഫന്യാ പ്രവചനം വന്നിട്ട് സഫന്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം എന്ന് വെച്ചോളൂ. തീരപ്രദേശം, അതിന്റെ തൊട്ടു മുകളിലൊരു വാക്യം വായിക്കാമോ? സമുദ്രതീരം. സമുദ്രതീരം ഇടയന്മാർക്ക് കുടിലുകളും. അവർ അവിടെ വീടുകളിൽ അവർ വൈകുന്നേരത്തിൽ തുറന്നു. അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റി. എന്ന് പറഞ്ഞാൽ അധോഗതിയിൽ കിടന്നിടത്തുനിന്ന് ദൈവസ്ഥിതിക്ക് മാറ്റം വരും. പറഞ്ഞ അവസാനിപ്പിച്ച ഭാഗത്ത് നമ്മൾ കണ്ടത് അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. അങ്ങനെയെങ്കിൽ വ്യക്തമായി തിരിച്ചറിയണം, ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയെ ഓർത്ത് ഭാരപ്പെടുന്നതിന് പകരം നമുക്കൊക്കെ എപ്പോഴും ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവും നമ്മളിന്നത് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നായിരിക്കുന്ന ഏത് മേഖലയിൽ നിന്നും, ആത്മീയ, ശാരീരിക, ഭൗതിക, മാനസിക മേഖലകളിൽ നിങ്ങൾ ഇന്നായിരിക്കുന്ന അനുഭവത്തിൽ നിന്നൊരു ഉയർച്ച ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം എന്നെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം എന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ദൈവം എന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. മാനിച്ച് ദൈവം സന്ദർശിച്ച് എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു സമയമാണ്. അങ്ങനെ നമ്മളല്ലോ 2-ാമത്തെ സന്ദർശനം ഉയർച്ചയുടെ, മാറ്റത്തിന്റെ, മാനിക്കുന്ന സന്ദർശനമാണ്. സഖറിയ പ്രവചനത്തിൽ ഒരു വാക്യം കൂടെ ചേർത്ത് ഞാൻ ഓർപ്പിക്കാം. ദൈവം ഒരാളെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുന്നത് എങ്ങനെ? സഖറിയ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കൊടുക്കും. സൈന്യങ്ങളുടെ യഹോവ യഹൂദഗ്രഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകം ആക്കും. തുരകം എന്ന് പറഞ്ഞാൽ കുതിര. അങ്ങനെയെങ്കിൽ വളരെ വ്യക്തമായി പറയാം, ഇപ്പോൾ അവിടെ ദൈവത്തിന്റെ സന്ദർശനം വന്നപ്പോൾ ആട് ആരായി മാറുക? കുതിരയായി മാറുക. ദൈവം ഒരാളെ സന്ദർശിച്ച അവസ്ഥ മാറുന്ന മാറ്റങ്ങളാണ്. ആടിന്റെ പ്രത്യേകത പരസഹായം ഇല്ലാതെ നിൽക്കാൻ കഴിയത്തില്ല. പേടിയുള്ള ജീവിയാണ്. അതുകൊണ്ടാണല്ലോ ആടും ഇടയനില്ലാതെ ആടിന് പറ്റത്തില്ല. ആ ആട് ഒരു ശബ്ദം കേട്ടാൽ ഓടും, ഇടയന്റെ അടുക്കലേക്ക് ഓടും, വല്ല രക്ഷപ്പെടാനായിട്ട് ഓടും. എന്നാൽ കുതിര പ്രശ്നം വന്നാൽ മുന്നോട്ട് കയറുന്നു. ഈ ഒരു ദിവസം നിൽക്കാമോ? കുതിരയുടെ ഒരു പ്രത്യേകത ഒന്ന് ഓർമ്മിക്കാം. 39-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമ്മുടെ വിഷയം. അല്ലെങ്കിൽ കുതിര എന്താണെന്ന് ഒന്ന് തിരിച്ചറിയണം. ആടും കുതിരയും തമ്മിലുള്ള വ്യത്യാസം. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്? ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്? അതിന്റെ
വിഭാഗം ഭയങ്കരം. അത് താഴ്വരയിൽ മാറ്റി ഊക്കോടെ ഉല്ലസിക്കുന്നു. അത് ആയുധപാണികളെ എതിർത്തില്ലെന്നു. അത് പൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു. വാളിനോട് വിഭാഗം കണ്ടെത്തുന്നില്ല. അതിനെതിരെ ആവതാഴി ഇന്നത മുഖവും ചുണ്ടുകളും കിളിവിരിക്കുന്നു. അത് ഉഗ്രതയും കോപവും കൊണ്ട് നിലം വിടുന്നു. കാഹളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കില്ല. കാഹളനാദം പിടിക്കുന്നതോട് ഭാഗമായത് ചിരിക്കുന്നു. പടയും പടനായകന്മാരുടെ മുഴക്കവും ആർക്കും ദൂരത്തു നിന്ന് മണക്കുന്നു. നമ്മുടെ കുതിരയുടെ പ്രത്യേകതയാണ് നമ്മൾ വായിച്ചു കേട്ടത്. സെക്കറിയാവിൽ വായിച്ച ഭാഗത്ത് ആ വാക്യം ഇങ്ങനെ നമുക്കൊന്ന് വായിക്കാം. സെക്കൻഡ് പാർട്ടിൽ സൈന്യങ്ങളുടെ യഹോവ യഹൂദഗ്രഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും. കുതിരയാകും. കുതിരയുടെ പ്രത്യേകത കാണോ? ആടിനെ ദൈവം സന്ദർശിച്ചാൽ ആടാരായി മാറും. പടയാളി മുമ്പിൽ വന്നാൽ, ആയുധം കൊണ്ട് മുമ്പിൽ വന്നാൽ, കാഹളനാദം കേൾക്കുമ്പോൾ അത് കാലുകൊണ്ട് മാന്തി മണ്ണ് മാറ്റി മുന്നോട്ട് കുതിക്കാൻ തയ്യാറാണ്. എതിരെ നിൽക്കുന്നവന്റെ ശക്തി അവന് വിഷയമല്ല. ആ കുതിരയ്ക്ക് അവനെ വഹിച്ചിരിക്കുന്ന പടയാളിയെ കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോട് പടയിൽ കുതിര എങ്ങനെയോ അപ്രകാരം ഒരു വ്യക്തി മാറും. ഇങ്ങനെ വാക്കുകൊണ്ട് പറയാം, പേടിച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ചിലരെ ദൈവം സന്ദർശിക്കുമ്പോൾ അവരുടെ സ്ഥിതി മാറി. ഇന്നാരാണോ ഇത്രമാത്രം ഉയരത്തിലെത്തിയത് എന്ന് ചോദിക്കത്തക്കവണ്ണം ദൈവം മാറ്റം വരുത്താൻ ശക്തനാണ്. ഈ പകൽ ദൈവമക്കളെ, ഈ വചനം എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? ദൈവാത്മാവ് വ്യക്തമായ ഒരു ആലോചന പറയുന്നു. എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് നീ തന്നെ പറഞ്ഞു, നിന്നോട് ആരൊക്കെയോ പറഞ്ഞു. അത് നീ വിശ്വസിച്ച് എന്റെ ആയുസ് ഇങ്ങനെ തീരത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിലപിക്കുന്നതിന് പകരം ദൈവത്തിന്റെ ഒരു സന്ദർശനം നിനക്ക് വന്നാൽ നിന്നെ ദൈവം പടയിലെ ഒരു കുതിരയാക്കി മാറ്റാൻ പോവുകയാണ് എന്ന് മകൻ വിശ്വസിച്ചുകൊണ്ട് ആ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ ആട് കുതിരയാകുന്ന ഒരനുഭവം ജീവിതത്തിൽ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കണ്ട് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ഞാൻ എന്നും ഒരിടത്ത് ഒതുങ്ങി കിടക്കേണ്ട വ്യക്തിയല്ല. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ഉള്ളിൽ ചെന്ന് കയറിപ്പോണം. ഞാൻ ഇങ്ങനെ ഒരു പരുവത്തിനൊക്കെ അങ്ങ് പോകണം. ദൈവം നിന്നെ കുതിരയാക്കാൻ ആ പദ്ധതി കിട്ടണ്ടെങ്കിൽ നിശ്ചിതയിലെത്തുമ്പോൾ കർത്താവ് ചോദിക്കും, ഞാൻ നിനക്ക് അവസരം തന്നില്ലേ? നീ എന്തിനാ ഒതുങ്ങിപ്പോയത്? ആട് ഒതുങ്ങിപ്പോട്ടെ, പക്ഷെങ്കിൽ ഞാൻ നിന്നെ സന്ദർശിച്ചത്, ഞാൻ നിന്റെ അടുക്കൽ വന്നത്, നീ ആടിന്റെ ആ ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നീ ഒന്നിനെ ഭയപ്പെടാതെ ഒന്നിനെ കൂസാതെ മുന്നോട്ട് പോകുന്ന ഒരു തന്റേടമുള്ള കുതിരയാക്കി നിന്നെ മാറ്റാൻ എനിക്ക് പദ്ധതിയുണ്ട്. ഞാൻ അതിനുവേണ്ടിയാണ് നിന്നെ സന്ദർശിച്ചത്. ഈ ദിവസങ്ങളിൽ ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്തോണ്ട് കർത്താവേ, എന്നെ കൊണ്ട് ദൈവത്തിന് ഉദ്ദേശം എന്തോ അത് നിറവേറ്റാൻ ഞാനിതാ തയ്യാറാണ്. കൃപ, ദൈവകൃപ. ആ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവിടെ ആ വായിച്ചത് ഇങ്ങനെയാണല്ലോ, സൈന്യങ്ങളുടെ യഹോവ യഹൂദാഗ്രഹമായ തന്റെ ആട്ടിൻ കൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും. വിശ്വസിനോട് വിളിച്ചു പറഞ്ഞു, പെട്ടെന്നോട് ഞാൻ രോഗിയ, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് അറിവില്ല, കഴിവില്ല. പക്ഷെ ദൈവം സന്ദർശിച്ച ആളിന്റെ അവസരം. ഇസ്രായേൽ വീട്ടിൽ 8 മക്കൾ, നമുക്കറിയാമല്ലോ, ഒത്തിരി കേട്ടിട്ടുള്ള ചരിത്രമാണ്. എങ്കിലും ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്തോ. ഇളയവൻ ആ ശമൂവേൽ പ്രവാചകൻ തൈലപാത്രത്തിൽ തൈലവുമായി വീട്ടിൽ വന്നപ്പോൾ ദാവീദ് കാട്ടിലായി. നമ്മൾ ഓർത്തോക്കണം, വീട്ടിലൊരു വലിയ ഫംഗ്ഷൻ നടക്കും. ചുമലിന്റെ ന്യായമാൻ, പ്രസിഡന്റ് എന്ന് വേണേ പറയാം. വീട്ടിലേക്ക് ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് വരുമ്പോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു ഒന്നും വേണ്ട, നമുക്ക് മനസ്സിലാവുന്ന കഷ്ടപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളുടെ വീട്ടിലോട്ട് വരും. അന്ന് പിള്ളേരെ നിങ്ങൾ സ്കൂളിൽ വിടും. നീ പോയിട്ടോ പഠിക്കണം.
വിടത്തില്ല. അവനെ ഇന്ന് സ്കൂളിൽ പോകണം, മുഖ്യമന്ത്രി വരുന്നു, നാട്ടുകാരുടെ നമ്മുടെ വീട്ടിൽ വരും, മക്കളെ നിങ്ങളെല്ലാം ഇവിടെ വേണം. പക്ഷെ ദാവീദിനെ ഇവിടെ പറഞ്ഞു, ബാക്കി 7 അവിടെ നിർത്തി. ദാവീദിനോട് എടാ പോടാ, മറ്റോന്മാരുടെ മുമ്പിൽ നിന്നെ നിർത്താൻ കൊള്ളാം. വേദോസിൽ 2 അല്ലെങ്കിൽ വലിയൊരു ചിന്തയാണ് ഓർമ്മിക്കാം. മറ്റവരെല്ലാം മിലിറ്ററി വന്നു, മിലിറ്ററി എടുത്തെങ്കിൽ അതിന് തക്ക ഉയരം, ആ വണ്ണം, ആ സൈസ് അവർക്കുണ്ട്. ദാവീദിനെ എന്തുകൊണ്ട് എടുക്കാനും? അവനെയൊക്കെ നമുക്കുള്ള വലിപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ഇവന് ഒരു തൊഴിൽ വേണമല്ലോ. മറ്റവർ മിലിറ്ററി സർവീസിൽ പോകട്ടെ, ഇവൻ ആടിനെ തീറ്റട്ടെ, ഇവനും ജീവിക്കണ്ടേ. ആടിനെ തീറ്റാൻ പറഞ്ഞു വിട്ടവനെ മടക്കി വരുത്തി. നമുക്ക് ആ ചരിത്രം അറിയാം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയി ഒരു ഭാഗം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഗോലിയാത്തിനെ കൊന്ന ആ തലയും കയ്യിലെടുത്ത് ഗോലിയാത്തിന്റെ വാളും പിടിച്ചുകൊണ്ട് വരുമ്പോ ശൗൽ രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കൊച്ചൻ ആരുടെ മോന? ഒന്ന് വായിക്കാമോ? ശൗലിന്റെ പുസ്തകം എന്താണ്? 1 ശമൂവേൽ 18-ാം അധ്യായത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കും. ആ വാക്യം ഒന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെ ചോദിക്കുന്ന ചോദ്യം വളരെ രസകരമാണ്. പതിനേഴ് 55 മുതൽ വാക്യം വെച്ചു. സേനാധിപതിയായ അബ്നേരിനോട്, അബ്നേരെ ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് ചോദിച്ചതിന് അബ്നേർ, രാജാവേ, തിരുമേനിയാണ്, ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് നീ അന്വേഷിക്കണമെന്ന് രാജാവ്. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച് മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിന്റെ മുമ്പാകെ കൂടിയത്. ഫെലിസ്ത്യന്റെ തലയും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ശൗൽ അവനോട്, ബാല്യക്കാരൻ നീ ആരുടെ മകനെന്ന് ചോദിച്ചു. ഞാൻ ബേത്ലഹേമിനായ നിന്റെ ദാസൻ യിശ്ശായിയുടെ മകനെന്ന് ദാവീദ്. ശൗലിന് ദുരാത്മാവ് ഉണ്ടാകുമ്പോ ഈ കൊട്ടാരത്തിൽ കിന്നരം വായിക്കാൻ പോയിക്കൊണ്ടിരുന്നാല് പിന്നെ അവിടുത്തെ സ്ഥിരം സ്റ്റാഫാക്കി. ആദ്യമൊക്കെ പോകും, വീട്ടിൽ പോകും, വീട്ടിൽ ചെന്നാൽ ഉടനെ വീണ്ടും ദുരാത്മാവ് ഉടനെ ആളയച്ചവനെ വരുത്തുക. ഒടുവിൽ നേരം തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യുന്നവനെ ഇവിടെ താമസിപ്പിച്ചായിരുന്നു. അപ്പൊ ശൗലിന്റെ കൊട്ടാരത്തിൽ താമസിച്ച് ശൗലിന് ദുരാത്മാവ് കടക്കുമ്പോൾ കിന്നരം വായിച്ച് സൗഖ്യമാക്കിക്കൊണ്ടിരുന്ന ആര്? ഇപ്പം ഗോലിയാത്തിന്റെ നേരെ കയറി ചെന്നപ്പോ ശൗല് ചോദിക്കുക, ഈ കൊച്ചന് ഏതാ കാരണമെന്ന? ശൗല് ധരിച്ചത് എന്തോ ഉള്ളൂ, എടാ അവനെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും? കിന്നരം വായിക്കാൻ പറ്റും. അല്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അവനെ കൊണ്ട് സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കാനും കൂട്ടാനിലേക്ക് വരാനും ഒക്കെ അവനെ കൊണ്ട് യുദ്ധം ചെയ്യാനൊന്നും അവന് തന്റെ ഇടമില്ല. നമ്മൾക്കുള്ള ദാവീദിനെ അറിയാൻ പറ്റാഞ്ഞിട്ടല്ല, ദാവീദിനെ കൊണ്ട് ഇത് പറ്റുമോ? വ്യക്തമായി തിരിച്ചറിയണം. ദൈവം ഒരാളെ സന്ദർശിച്ചാൽ ആളിന്റെ അവസ്ഥ മാറുന്ന കണ്ടോ? താൻ പറയുന്ന ഞാൻ തന്റെ ഇടത്തോടെ രാജാവായി നിൽക്കുന്ന ഗോലിയാത്തിനെ നേരിടാൻ എനിക്ക് തന്റെ ഇടമില്ലാതെ ഞാൻ തിരിഞ്ഞോടുമ്പോൾ എടാ കിന്നരവും വായിച്ചുകൊണ്ട് സ്വോത്രവും അല്ലേലിയായി മന്യഭാഷയും പറഞ്ഞ് കൈയും അടിച്ചുകൊണ്ട് നടക്കുന്നവൻ, അവനെ കൊണ്ട് ഇതൊക്കെ പറ്റും. വ്യക്തമായ ദൈവങ്ങളെ ഉറപ്പിച്ചോട്ടെ, ലോകം ചിലപ്പോൾ നിനക്ക് മാർക്ക് തരത്തില്ലായിരിക്കും, അവരുടെ മുമ്പിൽ നീ ഫെയിൽഡ് ആയിരിക്കും. എന്നാൽ ഒരു ആത്മീയ സത്യം തിരിച്ചറിഞ്ഞോണം, ദൈവം നിന്നെ സന്ദർശിച്ചാൽ മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു പോകുമാറ് ഇന്നാളാണോ ഈ നിലയിൽ എത്തിയത്? കൃപ, ദൈവകൃപ. ആ ഗോലിയാത്തിന്റെ വെല്ലുവിളിയുടെ നേരെ കയറി ചെല്ലാൻ തക്കവണ്ണം ഇവനെ കൊണ്ട് പറ്റിയോ? ഇന്ന് മകൻ ഞാൻ ആവർത്തിച്ചു പറയുന്നു, എനിക്കറിഞ്ഞോട് ദൈവം ആ വാക്ക് വീണ്ടും എന്നോട് പറയുന്നു, നിന്നെ എഴുതി തള്ളിയവരുടെ മുമ്പിൽ അവരെ കൊണ്ട് തന്നെ ചോദിച്ച് അത് ആരുടെ മോനാ? അവൻ ഇത്രയും വളർന്നോ? അവൻ ഇത്രയും ഉയർന്നോ? അവരെ ഇത്രമാത്രം ദൈവം മാനിച്ചോ എന്ന് ചോദിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിന്റെ സന്ദർശനം വന്നാൽ നിന്റെ അവസ്ഥ മാറും. ഓ കൃപ, ദൈവകൃപ. എന്റെ മക്കളെ, ദൈവമക്കളെ, മാതാപിതാക്കളോട് ഞാനൊരു വാക്ക് പറയട്ടെ, നിന്റെ തലമുറയെ നോക്കിക്കൊണ്ട് നീ ഒരു പ്രവചനവാക്യം വിളിച്ചു പറ, എന്റെ തലമുറയെ ദൈവം സന്ദർശിച്ചാൽ
നമ്മളിട്ട് ദൈവം ഒരാളെ സന്ദർശിച്ചാൽ അവസ്ഥമാണ്. നമുക്ക് ദൈവത്തിന് പറയാം, കർത്താവേ എന്നെ ഒന്ന് സന്ദർശിക്കണമേ, എന്റെ തലമുറയെ ഒന്ന് സന്ദർശിക്കണമേ, എന്റെ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കണമേ. ദൈവത്തിന്റെ സന്ദർശനം അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നതാ. ആള് മാറുന്നത് പോലെ മുമ്പ് കണ്ടവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആ പാട്ട് പാടിക്കൊണ്ട് നടന്നവന് ഇത്ര മാത്രം അനുഗ്രഹമുണ്ടോ, അവന് ഈ കഴിവുണ്ടോ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ ദൈവം ഒരാളെ സന്ദർശിച്ചാൽ മാറ്റിയെടുക്കും. അടുത്ത ചിന്തയോടെ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സന്ദർശനം. മൂന്നാമത്തെ ചിന്ത, ദൈവം പരിശോധിക്കും. അവിടെ നിന്ന് അല്പ കാര്യം ഓർപ്പിക്കണമെന്ന് ദൈവം ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ ഭാഗത്തേക്ക് ഇറങ്ങുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ സന്ദർശനം ശിക്ഷ. രണ്ട്, ദൈവത്തിന്റെ സന്ദർശനം ഉയർച്ച, മാന്യത. ആ ദൈവം നമ്മളെ ഉയർത്തുന്ന അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലെത്തിക്കുന്നത്. മൂന്നാമത്തെ ചിന്തയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ സന്ദർശനം ഒരു പരിശോധന. വീണ്ടും വായിച്ച സങ്കീർത്തനത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വന്നാൽ വേഗത്തിൽ അവിടെ നിന്ന് ചിന്തയോടെ ഓർപ്പിക്കാം. 65-ാം സങ്കീർത്തനം ഒന്നുകൂടെ വായിച്ചു. നീ ഭൂമിയെ സന്ദർശിച്ച് നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി. അങ്ങനെയെങ്കിൽ അവിടെ ആ വാദം ശ്രദ്ധിച്ചു, ഭൂമിയെ ഒരുക്കുന്നത്. ദൈവത്തിന്റെ സന്ദർശനം ഭൂമിയെ ഒരുക്കും. എന്തിനു വേണ്ടി? ധാന്യം കൊടുക്കാൻ വേണ്ടി, കൃഷിക്ക് വേണ്ടി ഭൂമിയെ ദൈവം ഒരുക്കും. നമുക്കറിയാം, തറഞ്ഞു കിടക്കുന്ന തറ, ആ തറയ്ക്ക് അങ്ങനെ കിടക്കാൻ ഇഷ്ടമാണ്. പക്ഷേ കലപ്പ കൊണ്ടോ തൂമ്പ കൊണ്ടോ അതിനെ കിളച്ച് ഒരുക്കിയെടുക്കുമ്പോൾ ആ ഭൂമിക്ക് പറവാൻ, സംസാരിക്കാൻ കഴിയുമെങ്കിൽ പറയും, യോ എന്നെ വേദനിപ്പിക്കരുത്. ആ തൂമ്പ ആഴ്ന്നിറങ്ങുമ്പോൾ എനിക്ക് വേദനയാണ്, ആ കലപ്പ കൊണ്ട് വീഴുമ്പോൾ എനിക്ക് വേദനയാണ്. പക്ഷെ ആ കൃഷിക്കാരൻ എന്ത് പറയും? നീ വേദനിച്ചാലും ചില കൃഷി അതിൽ നിന്ന് വരാൻ പോകും. ചില ഫലം വരണമെങ്കിൽ ആ തറഞ്ഞു കിടക്കുന്നതിനെ എനിക്കൊന്ന് ഒരുക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തിന്റെ സന്ദർശനം തന്റെ മക്കളെ ചിലതിന് വേണ്ടി ഒരുക്കുക. നമുക്കറിയാമല്ലോ, ഈ കാലഘട്ടങ്ങൾ അഥവാ സീസൺസ്, ഓരോ സീസണും എത്ര സീസണാണ് മക്കളെ? ഒരു വർഷം എത്ര സീസണാണ് പഠിച്ചിട്ടില്ല? 4 സീസണുണ്ട്. യെസ്, കറക്റ്റ്. ജോഷുവ പറഞ്ഞു 4 സീസൺ ഒരു വർഷത്തിലുണ്ട്. അതിലൊരു സീസണാണ് വസന്തകാലം, സ്പ്രിംഗ് സീസൺ. എല്ലാവർക്കും ആ സീസൺ ഇഷ്ടമാണ്. കാരണം എപ്പോഴും പൂത്ത് കായ്ച്ച് വലഞ്ഞു നിൽക്കുന്ന ഒരു സീസൺ. എപ്പോൾ നോക്കിയാലും വസന്തകാലം, സ്പ്രിംഗ് സീസൺ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സ്പ്രിംഗ് സീസണിന് മുമ്പ് ഒരു സമ്മറുണ്ട്. സമ്മർ നമുക്കൊന്നും ഇഷ്ടമല്ല, വേനൽ ഇഷ്ടമല്ല. ഈ വേനൽ ഉണ്ടെങ്കിൽ ഈ സ്പ്രിംഗ് ശരിയാകും. ഞാൻ വേഗത്തിൽ പറയാം, ജോഗ്രഫി പഠിപ്പിക്കാൻ പോകല്ല, എങ്കിലും പെട്ടെന്നൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ചെടിക്ക് നമുക്കറിയാം അനേക കീടങ്ങൾ വന്ന് കൃഷിയെ ബാധിക്കും. ജീവികളും കീടങ്ങളും പുഴുക്കളും ഒക്കെ ഈ ചെടികളെ കാർന്നു തിന്നുമ്പോൾ, നല്ല ചൂടിന്റെ അനുഭവം വരുമ്പോൾ ഈ കീടങ്ങളൊക്കെ ചത്തുമാറും. ഈ കീടങ്ങൾ ചത്തുമാറിക്കഴിഞ്ഞാണ് ഈ സ്പ്രിംഗ് സീസൺ വരുന്നത്, വസന്തകാലം വരുന്നത്. ഈ കാലം വരുമ്പോഴാണ് ഇത് പുഷ്പിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, ഈ പുഷ്പിച്ച ഫലം കഴിക്കണമെങ്കിൽ അതിന് മുമ്പ് എന്ത് വേണം? ഒരു വേനൽ വേണം, ചൂട് വേണം. നമ്മൾ പറയാം, കർത്താവേ എന്തോ വേണ്ട, ചൂട് വേണ്ട, എനിക്ക് എന്ത് മതി? എനിക്ക് വസന്തം മതി, എനിക്ക് സ്പ്രിംഗ് സീസൺ മതി. കർത്താവ് പറഞ്ഞ അത് നിനക്ക് കിട്ടണമെങ്കിൽ അതിനു മുമ്പ് നീ ഈ സമ്മർ സീസണിൽ കൂടെ ഒന്ന് പോകണം. മനസ്സിലാക്കുന്നു കരുതുന്നു. സമ്മറിനെ ഓർത്ത് സ്തോത്രം, വേനലിനെ ഓർത്ത് സ്തോത്രം. കാരണം എനിക്ക് എന്താ വരാൻ പോവാ? ഫലം വരാൻ പോവുക. എനിക്ക് ഫലം കിട്ടണമെങ്കിൽ എന്തും ഫലമെന്നും പറഞ്ഞിരുന്ന ഫലം കിട്ടത്തില്ല.
എനിക്ക് ഫലം കിട്ടണമെങ്കിൽ അതിനു മുമ്പ് ചില കീടങ്ങളൊക്കെ പോകണം. യെസ്, ഹല്ലേലൂയ. എന്തിനാ ദൈവം ചില ശോധനയിലൂടെ കടത്തിവിടുന്നത്? എന്തിനാണ് ദൈവം ചില പരിശോധനയിലൂടെ കടത്തിവിടുന്നത്? എന്തിനാണ് ദൈവത്തിന്റെ സന്ദർശനങ്ങൾ എന്നിലുള്ളപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഞാൻ ചില ചൂടേറിയ അനുഭവത്തിലൂടെ കടന്നു പോയെങ്കിൽ എന്നിലൂടെ ഫലം പുറത്തു വരത്തുള്ളൂ. കൃപ, ദൈവകൃപ. നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ഫലങ്ങളുണ്ട്. കർത്താവേ, ഈ ഫലം എന്നിലൂടെ പുറത്തു വരണമെങ്കിൽ എനിക്ക് തന്ന ചൂടിനായി സ്തോത്രം, എനിക്ക് തന്ന വേദനയായി സ്തോത്രം. സഹിക്കാൻ കഴിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നെങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ ദൈവം എന്നെ ഇടയാക്കും. എന്നിലെ പുഴുക്കളെ ചാകത്തുള്ളൂ, ഞാൻ ഇല്ലാതാകത്തില്ല. നമുക്കറിയാമല്ലോ, ഏത് കൊടും വേനലിനും പിടിച്ചു നിൽക്കുന്ന ചില വൃക്ഷങ്ങളുണ്ട്. വൃക്ഷം തകരത്തില്ല, അതിലെ കീടങ്ങളെ പോകത്തുള്ളൂ. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, എനിക്ക് തന്ന വേദനയിൽ എന്റെ കീടങ്ങൾ ഓരോന്നായി ഒഴിഞ്ഞു വീഴുന്നത് എനിക്ക് കാണാൻ കഴിയും. കാരണം നാളുകളിൽ എന്നിൽ നിന്ന് ചില ഫലം അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട്, പുഷ്പിക്കുന്ന അനുഭവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ലഭ്യമാകാൻ കർത്താവേ, ഈ വേനലിലൂടെ കടത്തി വിട്ടതിനായി സ്തോത്രമാണ്. ഞാൻ വേഗത്തിലെ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ വായിച്ചത്, നീ ഭൂമിയെ ലാസ്റ്റ് പറഞ്ഞു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുത്തു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക്. അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്ദർശനം ഒരു ഒരുക്കമോ, ഒരു പരിശോധനയോ? ഈ പരിശോധനയിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റത്തുള്ളൂ. എന്നാൽ പലപ്പോഴും നമ്മുടെ ആഗ്രഹം ഈ പരിശോധന വരുമ്പോൾ അവിടുന്ന് സ്കിപ്പ് ചെയ്ത് ഒറ്റ ചാടും, എങ്ങോട്ടേലും മാറിപ്പോവാം. പരിശോധന കഴിഞ്ഞ് ചെയ്യാൻ വീണ്ടും അങ്ങോട്ടൊക്കെ വരാം. പരിശോധന കൂടെ പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ദൈവം ഒരു പരിശോധന തരുമ്പോൾ ആ പരിശോധനയിലൂടെ ഞാൻ പോകാൻ തയ്യാറാക്കണം. കുഞ്ഞുങ്ങൾക്ക് അല്പം കൂടെ മനസ്സിലാകുന്ന പക്ഷേ പറഞ്ഞാൽ, പരീക്ഷ വന്നു. നമുക്കറിയാമല്ലോ, പല ഇന്നത്തെ ഹയർ ക്ലാസ്സസ് പല കോഴ്സുകൾക്ക് അവർക്ക് ഡേറ്റ് എടുക്കാം. പല കോഴ്സുകളുണ്ടല്ലോ അതിനകത്ത്. ആ പരീക്ഷ ഇപ്പം ജൂൺ ഇന്ന ദിവസം ഒരു പരീക്ഷയുണ്ട്. അവർ പ്രിപ്പയർ അല്ലെങ്കിൽ പറയാം, എനിക്ക് ജൂലൈയിൽ മതി, അവർക്ക് മാറ്റി വെക്കാം. ജൂലൈയിൽ പ്രിപ്പയർ അല്ലെങ്കിൽ ആരും ചോദിക്കാനൊന്നുമില്ല, ഞാൻ ഡിസംബറിലെ പരീക്ഷ എഴുതുന്നുള്ളൂ. ഡിസംബറിൽ ഞാൻ പ്രിപ്പയർ അല്ല, ഞാൻ അടുത്ത വർഷമേ. ആരും ചോദിക്കത്തൊന്നുമില്ല, പക്ഷേ നഷ്ടമാണ്. പരീക്ഷ കഴിഞ്ഞാൽ എന്റെ പ്രശ്നം തീർന്നില്ല. ഞാൻ നീട്ടി വെച്ചാൽ പരീക്ഷ മാറിയോ? എനിക്ക് പ്രൊമോഷൻ കിട്ടി. എനിക്ക് പ്രൊമോഷൻ കിട്ടണം എത്രയും പെട്ടെന്ന് ഞാൻ ആ പരീക്ഷ എഴുതുന്നത്. ആ പരീക്ഷയെ ഞാൻ നീട്ടി വെക്കുകയോ അല്ലെങ്കിൽ അന്ന് പോകാതിരിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്താൽ നഷ്ടമായിരിക്കും. ഞാൻ വേഗത്തിൽ പരിശോധന നിയമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഗ്രൂപ്പിന്റെ പുസ്തകം എടുക്കാം. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കി. നമുക്കറിയാവുന്ന സംഭവമാണ്, ഇനി ഒന്നും വായിച്ചു കേട്ടോ. ന്യായപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ദേശത്ത് ക്ഷാമമുണ്ടായി. യെഹൂദായിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാൻ പോയി. മതി, നമുക്ക് ചരിത്രം ഒക്കെ അറിയാവുന്ന വിശദീകരിക്കുന്നില്ല. ഒരു പരിശോധന അവിടെ നടക്കും. അവിടെ വായിച്ചിങ്ങനെയാണ്, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാചകം, യഹൂദ്യയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തന്റെ ഭാര്യയും മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാൻ. അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും? ബാക്കിയുള്ളവരുടെ ബേത്ലഹേമിലുണ്ട്. ബേത്ലഹേമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ നമുക്കറിയാം, ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അപ്പത്തിന്റെ ഭവനം. അപ്പത്തിന്റെ ഭവനത്തിൽ ക്ഷാമം ഉണ്ടായപ്പോൾ, ഒരു പരിശോധന വന്നപ്പോൾ ഒരു കുടുംബം തീരുമാനിച്ചു, ഈ പരിശോധനയിലൂടെ ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾക്ക് വേറെ മാർഗം അറിയാം. പരിശോധനയിലൂടെ പോകാൻ നിങ്ങൾ കുറെ എണ്ണം ഇരുന്നോ, ഞങ്ങൾ രക്ഷപ്പെടുക. ഇനി ഇടയ്ക്കൊരു ചരിത്രം കൂടെ ഉറപ്പിച്ചോട്ടെ, ഈ ക്ഷാമം ഉണ്ടായതിന്റെ കാരണം എന്നാ? ദൈവം അവരെ പരിശോധിക്കുക. മാത്രവുമല്ല, ദൈവത്തിന്റെ വചനം നമ്മൾ ഉടനീളം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതലേ ആ ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ജനം വിട്ടകലുമ്പോൾ അവരെ നേർവഴിക്ക് നയിക്കുവാൻ, മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം അയക്കുന്ന ഒരു പ്രക്രിയയാണ് ക്ഷാമം.
ഇനി ന്യായാധിപന്മാരുടെ പുസ്തകം അവസാന അധ്യായത്തിന്റെ അവസാനത്തെ പത്തൊന്ന് വായിച്ചു. അതുകൊണ്ട് വായിക്കാൻ നോക്കാം. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. കണ്ടിന്യൂഷൻ ആയിട്ട് രൂപം വായിച്ചു. ഒന്നിനൊന്നുകൂടെ വായിച്ചു. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തെ ഒരിക്കൽ ദേശത്തെ ക്ഷാമം ഉണ്ടായി. അങ്ങനെയെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലായി, ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, നടത്തിപ്പുകാരനില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അതിന്റെ നിമിത്തം ദേശത്ത് ക്ഷാമം ഉണ്ടായി. അങ്ങനെയെങ്കിൽ നമുക്ക് കാണാം, പരിശോധന അല്ലെങ്കിൽ ക്ഷാമം ബുദ്ധിമുട്ട് വരുന്ന എപ്പോഴാണ്? ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ആ കാലത്ത് രാജാവില്ല, നടത്തിപ്പുകാരില്ല. പക്ഷെ ദൈവമക്കൾ ഓർത്തോണം, ന്യായാധിപന്മാരുടെ കാലത്ത് ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തപ്പോൾ അവർക്ക്, നമുക്ക് ആ ചരിത്രം ഒക്കെ ഭാഗത്തേക്ക് വിശദീകരിക്കുന്നില്ല, ബോധിച്ചതുപോലെ നടന്നൊരു കാലഘട്ടം. ആധുനിക കാലഘട്ടത്ത് ദൈവമക്കൾ ഓർത്തോണം, എനിക്കൊരു നടത്തിപ്പുകാരനുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു രാജാവുണ്ട്. എനിക്ക് ബോധിച്ചതുപോലെ നടക്കാൻ പറ്റത്തില്ല. എന്റെ രാജാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ രാജാവ് നടത്തുന്നത് പോലെ ഞാൻ നടക്കാവുള്ളൂ. രാജാവില്ലാത്ത കാലം ബോധിച്ചതുപോലെ നടന്നപ്പോൾ ദേശത്ത് ക്ഷാമമുണ്ടായി. നമ്മുടെ ജീവിതത്തെ ഒന്ന് വ്യക്തമായി പരിശോധിച്ചോണം. ബോധിച്ചതുപോലെ നടന്നാൽ ദൈവം പ്രശ്നമായിരിക്കും. ഞാൻ അവർക്ക് ആവർത്തിക്കുന്നു, എനിക്ക് ബോധിച്ചതുപോലെ നടക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. ദൈവത്തിന് ബോധിച്ചതുപോലെ നടക്കാനാണ് ദൈവം എന്നെ വിളിച്ചതെങ്കിൽ എന്റെ നടപ്പ് ദൈവത്തിന് ബോധിച്ചതുപോലെ ആകണം. എനിക്ക് ബോധിച്ചതുപോലെ ആകരുത്. എനിക്ക് ബോധിച്ചതുപോലെ നടന്നാൽ ക്ഷാമമുണ്ടാകും, പ്രശ്നമുണ്ടാകും. ആ പ്രശ്നം ഒരു പരിശോധനയാണ്. പക്ഷെങ്കിൽ ഞാൻ വേഗത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് മാറി എത്തുകയാണ്. ഈ പരിശോധന നടക്കാൻ ഒരു കുടുംബം തീരുമാനിച്ചു, നമുക്ക് ഇവിടെ വിട്ടാൽ പട്ടിണിയെടുത്ത് നമ്മുടെ കടന്ന് പരിശോധന ദൈവം നടത്തട്ടെ. പരിശോധനയിൽ കൂടെ പോകുന്ന മുമ്പോട്ട് എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അറിയാം. ഇവര് ഒരു സന്ധ്യക്ക് പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോ എല്ലാവരും കൂടെ തീരുമാനിച്ചു. നമുക്കറിയാമല്ലോ, എലിമലക്ക്, നവോമി, മഹളോൻ, കില്യോൻ, ഈ 4 പേരും കൂടെ തീരുമാനിച്ചു, എടാ എന്തുവായാലും കുറെ കാലം ഇവിടെ പഴങ്ങി, ഇതൊരു പരിശോധനയാണ്. ഈ പരിശോധനയിൽ എന്തുവായാലും നമ്മളെ പൊട്ടാൻ കളിക്കാൻ കിട്ടത്തില്ല. നമുക്കെന്തോ ഇത് രക്ഷപ്പെടാം, എങ്ങോട്ട് പോകാം. മോഹാബിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. 10ാം തലമുറ പോലും ദൈവസന്നിധിയിലേക്ക് വരരുതെന്ന് പ്രമാണമുള്ളത്തോടെ ഇറങ്ങിപ്പോകും. അവിടെ ചിലപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആഹാരമുണ്ട്, സമ്പൽ സമൃദ്ധി. മാത്രമല്ല 2 മക്കളുടെ കല്യാണോത്സവമാണ്. അപ്പൊ അവർ ചിന്തിച്ചു, വേദനയ്ക്ക് കിടന്നാലോ, പിള്ളേരെ കിട്ടത്തില്ലായിരുന്നു, അവിടെ പട്ടിണിയാണ്. ഇവിടെ വന്നോണ്ട് നമ്മൾ രക്ഷപ്പെടും. പിള്ളേരുടെ കല്യാണം നടന്നു, നല്ല 2 പെൺപിള്ളേരെ കിട്ടി, നല്ല ജീവിതം, നല്ല സൗകര്യം. പക്ഷെ കാലം അല്പം മുന്നോട്ട് പോയി. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ സമയത്തോടെ ഞാൻ ബാക്കി 10 വർഷത്തിനകം അവിടെ സംഭവിച്ചത് എലിമലേക്ക് എന്ന് മരിച്ചു. അപ്പൊ നവോമി അമ്മച്ചിക്ക് ഒരു ചിന്ത, അച്ചായൻ പ്രായമായി, അച്ചായൻ ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ട്, അച്ചായൻ പോയി, സാരമില്ല. മക്കള് 2 പോയപ്പോ അമ്മയ്ക്ക് മനസ്സിലായി, ചെറുപ്പക്കാരായാണ്. നിങ്ങളെ ഭാഗം വായിച്ചു നോക്കണം. ഇവർക്ക് മക്കളുണ്ടായിട്ടില്ല, വിവാഹം കഴിയാൻ അധികം കാലമായിട്ടില്ല, 10 വർഷത്തെ കാലയളവ് എന്ന് പറഞ്ഞാൽ തിരിച്ചാൽ മതി. ഈ 2 മക്കളും മരിച്ചപ്പോഴാ നവോമി അമ്മച്ചിക്ക് ഒരു ബോധ്യം വന്നു, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു. അവിടെ നിന്നാ മതിയായിരുന്നു, പരിശോധനയിലൂടെ പോയാൽ മതിയായിരുന്നു. ദൈവം പരിശോധിച്ചൊരു കാലമുണ്ട്. ആ പരിശോധന എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടത് കൊണ്ട് എനിക്ക് നഷ്ടം എന്റെ ഭർത്താവ്, എന്റെ 2 മക്കൾ. മടങ്ങി വരുന്ന നവോമിയെ കാണുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ വിളിച്ചു നവോമി നവോമി എന്ന് പറഞ്ഞ് വിളിച്ചു ഓടിച്ചപ്പോൾ, നവോമി എന്ന വാക്കിന്റെ അർത്ഥം ആനന്ദം. നവോമി പറഞ്ഞു, എന്നെ നവോമി എന്ന് വിളിക്കണ്ട, എന്റെ ആനന്ദം പോയി, എന്റെ സന്തോഷം പോയി, നിങ്ങൾ എന്നെ മാറാന്ന് വിളിച്ചാൽ മതി. കയ്പായിപ്പോ എന്റെ ജീവിതത്തിൽ. ഞാൻ ചോദിച്ചോണ്ട്, എന്തുകൊണ്ട് ഈ നവോമി കയ്പ് അനുഭവിച്ചു? ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം, പരിശോധന വേണ്ടെന്നും പറഞ്ഞ് ചാടിപ്പോയോ. ദൈവമക്കളെ ഞാൻ പറഞ്ഞോട്ടെ, ദൈവത്തിന്റെ സന്ദർശനം പരിശോധനയായിട്ട് വരുമ്പോൾ ആ പരിശോധനയിലൂടെ കടന്നു പോകാൻ തയ്യാറാണെങ്കിൽ അവിടെ ആ അനുഗ്രഹം കിട്ടുന്നത്. ഹല്ലേലൂയ. ചില നാളുകൾ ചില പരിശോധനയിലൂടെ കടന്നു പോകേണ്ടി വരാം.
പക്ഷെ ആ പരിശോധനയുടെ നടുവിൽ ദൈവത്തെ വിട്ട് ചോടി പോകരുത്. എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് അറിവുണ്ട്, ആ പരിശോധനയിലൂടെ കഷ്ടപ്പെടാൻ കുറെ എണ്ണം തയ്യാറാകട്ടെ. പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല, ഞങ്ങൾ മിടുക്കരാ, കഴിവുള്ളവരാ, അറിവുള്ളവരാ, ഞങ്ങൾക്ക് പലതും അറിയാമെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടാൽ നഷ്ടം കുടുംബത്തിൽ. 3 വർഷത്തിനകം ആ മാതാവ് കണ്ട 3 ശവമടക്കം. തന്റെ ഭർത്താവിന്റെ, തന്റെ 2 മക്കളുടെ ആ വേർപാടിന്റെ ആ ഭാരവും പേറിക്കൊണ്ടാണ് നവോമി മടങ്ങിയെത്തുമ്പോൾ താൻ പറയുകയാണ്, ഇനി നിങ്ങൾ നവോമി എന്ന് വിളിക്കണ്ട, എനിക്ക് ആനന്ദമില്ല, എന്റെ ആനന്ദം പോയി. ഞാനൊരു വാക്കോടൊപ്പം അവസാനിപ്പിച്ചോട്ടെ. നവോമി ആരെ ആനന്ദം കളഞ്ഞു? നാട്ടുകാരാണോ? സഭക്കാരാണോ? ദേശമാണോ? ഒന്നുമല്ല, നീ തന്നെയല്ലേ നിന്റെ ആനന്ദം കളഞ്ഞു. നീ പരിശോധനയിലൂടെ പോകാൻ തയ്യാറല്ലാതെ ദൈവം നിന്നെ പരിശോധിക്കാൻ തയ്യാറായപ്പോൾ എനിക്ക് പരിശോധന വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോയതാ നിന്റെ ആനന്ദം നഷ്ടമായതെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ ആത്മാവിൽ ദൂത് പറയട്ടെ, ചില പരിശോധനയിലൂടെ ദൈവം കടത്തിവിടുന്ന ആ സന്ദർശനത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോകരുത്. നീ അവിടെ തന്നെ നിൽക്ക. ദൈവം നിന്നെ പരിശോധിച്ച് ഒരുക്കിയെടുക്കുന്ന ഒരു സന്ദർഭമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ൂത്തിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. അതിന്റെ 6-ാം വാക്യം വായിച്ചു, 1-ാം അധ്യായത്തിന്റെ. മതി. ദൈവം ജനത്തെ സന്ദർശിച്ച ആഹാരം കൊടുത്തു. ഇടയ്ക്ക് ക്ഷാമം. ദൈവം സന്ദർശിച്ചു, പരിശോധിച്ചപ്പം അവർ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ബോധിച്ച പോലെ നടന്നു. ന്യായാധിപന്മാരുടെ ലാസ്റ്റ് വാക്യം മറക്കല്ലേ, രാജാവില്ലാതിരുന്ന കാലം ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ആ ക്ഷാമത്തിന്റെ നടുവിൽ, പരിശോധനയുടെ നടുവിൽ അവർ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ബോധിച്ചതുപോലെ നടന്നതാ ഞങ്ങൾക്ക് പറ്റിയ പരാജയം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമ്മതിച്ചപ്പോൾ ദൈവം തന്റെ ജനത്തെ, ഇനി ആ വാക്യം ഞാൻ ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കാം. ദൈവം യഹോവ തന്റെ ജനത്തെ, ഇങ്ങനെ പറഞ്ഞോട്ടെ, യഹോവ തന്റെ ജനത്തെ പരിശോധിച്ച് ആഹാരം കൊടുത്ത പ്രകാരം, ആ പരിശോധനയിലൂടെ ദൈവം ഒന്ന് നടത്തിയിട്ടത് കൊടുത്തു. ആഹാരം ആ പരിശോധന ദൈവത്തിനെ സന്ദർശിച്ചത്. ഞാൻ ദൈവവഴി കയറി. അങ്ങനെ ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ബേത്ലഹേമിൽ പിടിച്ചു നിന്നൊരു കൂട്ടരുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്. അവർക്ക് ഒരല്പകാലത്തെ പരിശോധനയിൽ അവർ ഒരു കാര്യം സമ്മതിച്ചു, ഞാൻ തോന്നിയ വഴിയിൽ കൂടെ പോയി, ബോധിച്ച വഴിയിൽ കൂടെ പോയി, ഞാനിത് മടങ്ങി വരാൻ തയ്യാറാണ്. എന്നാൽ ഈ പരിശോധന വേണ്ട എന്ന് പറഞ്ഞ് പോയ കുടുംബത്തിലാണ് 3 മരണം സംഭവിച്ചത്. ദൈവങ്ങൾ വളരെ ഗൗരവത്തോടെ ഓർക്കുക, ദൈവത്തിന്റെ പരിശോധനയെ വേണ്ട എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ എനിക്ക് മാർഗം അറിയാമെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. നാളെ അത് വിപത്തായി മാറും. അതിലും നല്ലത് ദൈവത്തിന്റെ പരിശോധനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെ കുറിച്ച് ഏറ്റവും നല്ലത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ വാക്കോട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സംഗീതങ്ങൾ തുടങ്ങി വന്നാൽ ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചു കൊടുക്കും. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കും. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശോധന ഒരുക്കി ദൈവം എന്ത് ചെയ്യുന്നു? ധാന്യം കൊടുക്കുന്നു. അടുത്ത 1-2 വാക്കും കൂടെ വേഗത്തിലൊന്ന് വായിച്ച് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശോധന കൊണ്ട് ഉണ്ടാകുന്ന ഗുണം, നമുക്ക് കിട്ടുന്ന ഗുണമാണ് ഭൂമിയെ ഒരുക്കി. ദൈവം പരിശോധിച്ച് സന്ദർശിച്ച് എന്നെ ഒരുക്കി ധാന്യം കൊടുക്കുന്നു. അടുത്തത് 10. നീ അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തും, മഴയാൽ നീ അതിനെ കുതിർത്തും, അതിനാൽ നീ അനുഗ്രഹിക്കും. നീ സംവത്സരത്തെ നിന്റെ നന്മകൊണ്ട് അലങ്കരിക്കും. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കും, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കും. കുന്നുകൾ ഉല്ലാസം ധരിക്കും, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കും, അവ ആർക്കുകയും പാടുകയും ചെയ്യും. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ, മരുഭൂമി ഒരിക്കലും ആഹാരം കിട്ടത്തില്ല. പക്ഷെ അവിടത്തേക്കാണ് മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ, മരുഭൂമിയിൽ പോലും പുഷ്ടി ഉള്ള ആഹാരം. അടുത്ത കുന്നുകൾ ഉല്ലാസം ധരിക്കും.
കുന്നുകളുടെ മുകളിൽ കയറി ചെല്ലുന്നവന് ഭയങ്കര സന്തോഷമാണ്. ഈ കുന്നിന്റെ മുകളിലും ഇത്രമാത്രം ഫലങ്ങളോ ഇത്രമാത്രം സമൃദ്ധിയോ. അടുത്ത വായിക്കുന്ന മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. ഇതെല്ലാം അനുഭവിച്ചതവിടെ പരിശോധനയിലൂടെ കടന്നു പോകാൻ തയ്യാറായപ്പോൾ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളുണ്ട്. നമുക്കൊരു ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്ദർശനം കർത്താവേ, അതിന്റെ മുമ്പിൽ എപ്രകാരം ആയിരിക്കുന്നു എന്റെ അനുഭവം? പ്രാർത്ഥനത്തിൽ ഓർപ്പിച്ച ദൈവത്തിന്റെ സന്ദർശനം 1 ശിക്ഷയാണ്, 2 ദൈവത്തിന്റെ സന്ദർശനം ഒരു ഉയർച്ചയാണ്, 3 ദൈവത്തിന്റെ സന്ദർശനം ഒരു പരിശോധന. ആദ്യത്തെ 2 ഭാഗം തൽക്കാലം മാറ്റി വെച്ചിട്ട് നമുക്ക് 3ാമത്തെ ഭാഗത്തിലേക്ക് വരാം. ദൈവത്തിന്റെ പരിശോധനയുടെ മുമ്പ് ഞാൻ ആ പരിശോധനയിലൂടെ പോകാൻ തയ്യാറാണോ, അതോ എനിക്ക് ആ പരിശോധന വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട് ഓടുകയാണോ? നമുക്ക് ദൈവത്തോട് പറയാൻ, കർത്താവേ, ഇല്ല, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഓടത്തില്ല. നമ്മൾ പലപ്പോഴും പറയും, ഞാൻ അവിടെ നിന്നാലല്ല പ്രശ്നമുള്ളോ, ഞാൻ ഓടിപ്പോയാൽ എന്തോ ചെയ്യാൻ പറ്റും. നീ ബേത്ലഹേമിൽ നിന്നാൽ ദൈവം നിന്നെ പരിശോധിച്ച് നിനക്ക് ആഹാരം തരുന്ന ദിവസമുണ്ട്. നീ ഓടിപ്പോയാൽ തൽക്കാലത്തേക്ക് നേട്ടമുണ്ടെങ്കിലും നിന്റെ കുടുംബത്തിന് അതൊരു വലിയ വിപത്തായി മാറും. നമുക്കതുകൊണ്ട് ദൈവത്തോട് പറയാം, കർത്താവേ, ഇല്ല, ഞാൻ ഓടിപ്പോകത്തില്ല, പകരം ആ പരിശോധനയിലൂടെ കടന്നു പോകാൻ ഞാൻ തയ്യാറാണ്. ദൈവത്തോട് നമുക്ക് അതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, നീ എന്നെ പരിശോധിച്ചു, ദുരിതമൊന്നും കണ്ടെത്തിയില്ല എന്ന് വചനത്തിൽ കാണുന്ന പ്രകാരം കർത്താവെ, എന്നെ ഒന്ന് പരിശോധിക്കുക കർത്താവെ. ആ സന്ദർശനം എനിക്ക് ആവശ്യമുണ്ട് കർത്താവെ. ആ പരിശോധന കഴിയുമ്പോൾ ഞാൻ പൊന്നുപോലെ പുറത്തു വരുന്നത് പോലെ, ആ നിലത്തെ ഒരുക്കുന്നത് പോലെ, ധാന്യം കൊടുക്കത്തക്കവണ്ണം, പുഷ്ടി കൊടുക്കത്തക്കവണ്ണം കർത്താവെ എന്നെ ഒന്ന് ഒരുക്കിയെടുക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് അതിനിടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ വാക്കുകൾക്കോട് വിരാമം കൊടുക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ചൊരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ ചേർന്നൊരു പാട്ട് പാടി കർത്താവിനെ ബോധപ്പെടുത്താം. ദയവായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ ബോധപ്പെടുത്തുകയാണ്. പരിശോധനകൾ വരികയും മനം പതറാതെ ആശ്രയിച്ചിടുകയും നാം ഒരുമിച്ച് ചേർന്ന് കരങ്ങളടിച്ച് നമുക്ക് പാടി ദൈവത്തെ ബോധപ്പെടുത്താം. ഇന്ന് മുതൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ പരിശോധനയുടെ നടുവിൽ പതറിപ്പോകാതെ ഉറച്ചു നിന്നുകൊണ്ട്, ചില പരിശോധന എന്നെ ഉയർത്താനാണ്, എനിക്ക് നന്മ തരാനാണ്, ദൈവത്തിന്റെ കരം എന്നെ ശുദ്ധീകരിക്കുന്നത്, കർത്താവേ, എന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിനാണ്, എന്നാൽ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ഒരിക്കലും എനിക്ക് ഇടവരരുത് കർത്താവേ. ആ പരിശോധനയുടെ നടുവിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ബോധപ്പെടുത്താം.